ഇപ്പൊ എങ്ങനെയുണ്ട് കൊള്ളാമോ? അപ്പൊ പറഞ്ഞു, ഒരാള് പറഞ്ഞു അനു ഒന്നും നോക്കണ്ട, പൊക്കോ കപ്പും കൊണ്ടുവരുമെന്ന്. സീരിയസ്ലി അത് ഞാൻ ഇവിടെ തരാം. അപ്പൊ കപ്പും കൊണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ പറയില്ല, അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവും പറഞ്ഞു. ഈ പുള്ളിനി തമാശ പറയുന്ന വിചാരിച്ചിട്ട് ഞാൻ വേറെ 2-3 ഇടത്ത് ചോദിച്ചു. എന്റെ ഈ വെറുതെ മുഖം നോക്കി പറയുന്നല്ലോ, നമുക്ക് രാശിയുണ്ട്. നമ്മുടെ ജാതകം ജനിച്ച സമയം, നമ്മുടെ നാട്. അനുമോള് ബിഗ് ബോസിൽ പോയിട്ടേ ഇറങ്ങി കപ്പ് കൊണ്ട് വന്നപ്പോഴും അല്ലാതെയൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അനു ബ്ലാക്ക് മാജിക് ചെയ്തു, കൂടോത്രം ചെയ്തു, ജോലിസിനെ കണ്ടു എന്നൊക്കെ അനു വന്നിരുന്നു പറയുന്നത്. അനു ഒരു പോറ്റിനോട് കണ്ടായിരുന്നു. പോറ്റിനെ കണ്ടപ്പോൾ അനുവിനോട് പറഞ്ഞു പോയിട്ട് കപ്പും കൊണ്ട് വന്നോളൂ, അല്ലെങ്കിൽ കപ്പും കൊണ്ട് വരും എന്ന് പറഞ്ഞെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ നിഷ്കളങ്കയാന്ന് തോന്നുന്നല്ലേ? വേറെ വല്ലവരും ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി വലിയൊരു കോൺട്രവേഴ്സി, അനുവിന് കപ്പ് കിട്ടിയത് ഒരു ബ്ലാക്ക് മാജിക് വഴിയാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഇവിടെ വന്നിരുന്ന ആരെങ്കിലും പറയൂ ഇതൊക്കെ? കഷ്ടം തോന്നി എനിക്ക്. എന്തായാലും കൊള്ളാം. ആളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്രയുടെ സിറ്റപ്പ് വിത്ത് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ചാനലിൽ. പക്ഷേ ആള് സെറ്റിൽഡ് ആണെന്ന് പറയുന്നു, ഹാപ്പി ആണെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ ഭയങ്കര ട്രോമ ഉണ്ട്. ബിഗ് ബോസിൽ നടന്ന കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു നല്ലൊരു ട്രോമയാണ് എന്ന് പറയുന്നുണ്ട്. ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും നന്നായി വരട്ടെ. അനു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടിട്ട് 1 by 1 ആയിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് സംസാരിക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് തന്നെ, ഈ ഒരു ഇന്നസെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കുറച്ച് സംസാരിക്കാം. വേറൊന്നും ഇതിനകത്ത് കോൺട്രവേഴ്സീസ് ഉള്ളത് ഇല്ല. പക്ഷേ ആളുടെ കുറച്ച് വർത്തമാനങ്ങൾ, കുറച്ച് ഇമോഷൻസ്, ബാഡ് കമൻറ്റ് ഇടുന്നവരെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് അവർക്കറിയാം. എനിക്കതിൽ ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അതേപടി നടന്നിട്ടുള്ളതാണ്. അത് മോശമാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു പൊക്കോ, നല്ല സമയമാണ്, ശുക്രനാണ്, നന്നായിട്ട് നിൽക്കും. പിന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പുള്ളിക്കാരൻ, പിന്നെ കുറച്ച് വിഷമിക്കേണ്ടി വരും, അതൊക്കെ ഹാൻഡിൽ ചെയ്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ കടന്ന് ഹാൻഡിൽ ചെയ്യുന്ന എനിക്കറിയില്ല, ഇത്രയും സിറ്റുവേഷൻ ഞാൻ അനുഭവിക്കുന്ന എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. അവർ പിന്നെ അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു, ആളും സപ്പോർട്ടായിരുന്നു. പേടിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും, കുക്ക് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും പഠിച്ചിട്ട് പോ, ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു അനുവായിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് എന്നെ പറ്റി ഇങ്ങനെയായിരിക്കും ഇമേജ്, അങ്ങനെയായിരിക്കും മനസ്സിൽ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരിക്കും ചേച്ചി. ഒരു 25 പേരുണ്ടെങ്കിൽ 25 പേരിൽ 24 പേര് അവിടെ എല്ലാവരും വഴക്കാം. എന്നാൽ ആരും ഒരു മിണ്ടിക്കൊണ്ടിരുന്നാലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. ഇപ്പം എനിക്ക് നല്ല സുഹൃത്തുക്കൾ അതിൽ 100, ഇപ്പോഴും അവരിപ്പോൾ നമുക്ക് തെറ്റ് ചെയ്താൽ ഓക്കെ, തെറ്റ് ചെയ്തു എന്നൊക്കെ പറയാം. അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഈ 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ ഈ പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഇവിടെ ഈ പറയുന്ന ഇത്രയും ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം അവിടെ ഉള്ളവർക്ക് അറിയില്ലെങ്കിൽ എനിക്കുണ്ട്. നമ്മൾ കാണിക്കുന്ന ഓരോ ചെറിയ നുണകളാണെങ്കിലും ചെറിയ കള്ളത്തരങ്ങളാണെങ്കിലും കണ്ടുപിടിക്കുന്ന ഒരു ബോധത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു ഹൗസിലോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അവിടെ ഒരു കള്ളത്തരം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാണിച്ചിട്ടുമില്ല. ഞാൻ സത്യം പറയാലോ, ഇഷ്ടംപോലെ കള്ളത്തരങ്ങൾ ചാൻസ് അല്ല കാണിക്കാനുള്ള പിടിക്കും. അതുകൊണ്ട് ഞാനായിട്ട് തോന്നുന്നു പേടിച്ചിട്ടും അങ്ങനെ കാണിക്കേണ്ടെന്നൊരു മെന്റിൽ അങ്ങനെ വന്നു, എനിക്ക് തോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഒരിടത്തും തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പല ആൾക്കാരും അതിനകത്ത് ഞാൻ പല സിറ്റുവേഷനിലും എന്നെ വേദനിപ്പിച്ച സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിലുള്ള ആ വിഷമവും ദേഷ്യം കൊണ്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് എപ്പോഴും കുറ്റം സമ്മതിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ലാത്ത കുറേ ഭയങ്കര മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് പറയാൻ പറ്റത്തില്ല ചേച്ചി. നമുക്ക് ഇപ്പോൾ ഇതിൽ കൂടെ പറയാൻ പറ്റാത്ത കുറേ കാര്യം അത് കാണുമ്പോൾ
എനിക്കങ്ങോട്ട് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ തിളച്ച് കയറും. ഞാൻ പോയിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. എന്നെ ഏറ്റവും കൂടുതൽ അതിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്, നിന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി 100 ദിവസവും നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത എൻ്റെ ചേച്ചിയാണ്. ജോലി വരെ മാറ്റി, അത് കൂടാതെ പ്രഗ്നന്റ് ആയി അബോർഷൻ വരെ ഓടി നടന്നിട്ടാ അതുവരെ പോയി. അതാണ് പെട്ടെന്ന് സങ്കടം. കാരണം നമ്മൾ നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ അവൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അനീഷ്. അയ്യോ, ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? പട്ടി ബിസ്ക്കറ്റ്. കുറുക്കാണോ? നല്ല പൂവപ്പൊടി. സെറ്റപ്പ് വിത്ത് ലക്ഷ്മി നക്ഷത്രം. അല്ല, സിറ്റപ്പ്. ഓക്കെ, സോറി. ഛർദിക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റൂല, ഞാൻ കുടിക്കൂല. നേരെ ചെന്നൈന്ന് വന്ന് ഇറങ്ങി ഇതിന് വേണ്ടിയിട്ടാണ്. ബിഗ് ബോസിലെ സ്വന്തം അനിയത്തി സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ മാനസിക വിഷമങ്ങളും, പിന്നെ അനിയത്തിക്ക് വേണ്ടിയിട്ട് സിസ്റ്ററിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ, അങ്ങനെ ഓടി നടന്ന് ചേച്ചിക്ക് വന്നിരിക്കുന്ന കുറച്ച് വിഷമങ്ങൾ അനുമോൾ പറയുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ഹാർട്ട് ടച്ചിങ് ആണ്. അതിൽ പുള്ളിക്കാരിക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് അനുമോളുടെ വിഷമം എന്ന് പറയുന്നുണ്ട്. എനിവേ, നല്ലൊരു ഇൻ്റർവ്യൂ ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഇടാവേ. കല്യാണത്തെ പറ്റിയൊക്കെ പറയാൻ നോക്കാം.